കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് 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 കരളുറപ്പുള്ള കേരളം. ഇവിടെ മന്ത്രിയെ കാണാനും അവരുടെ പരാതി കേൾക്കാനുമാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗത്തിലേക്ക് പോകുന്നേയില്ല. ഇവിടെ ഇന്നത്തെ അദാലത്തിൽ പരാതി കേട്ടുകൊണ്ട് ഈ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർക്കാണ്. അവരെ വളരെ ആഗ്രഹപൂർവ്വം കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്നതിനെക്കുറിച്ച് ഞാനിവിടെ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ താല്പര്യമെടുത്താലും ബന്ധപ്പെട്ട മന്ത്രി താല്പര്യമെടുത്താലും ചില ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യക്കുറവ് കൊണ്ട് ചില പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ അനന്തമായി നീളുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറിയ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അതിനോട് ആരും യോജിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അതിന് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ അദാലത്ത് എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കുകയാണ്. ഏറെക്കാലമായി തീർപ്പാവാതെ കിടക്കുന്ന പരാതികൾക്ക് തീർപ്പുണ്ടാക്കുക എന്നതാണ് ഈ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർപ്പുണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിയമത്തിനും ചട്ടത്തിനും വിധേയമായി തീർപ്പുണ്ടാക്കുക എന്നതാണ്. അത് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കുറെ പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ട് അദാലത്ത് വരും, അപ്പോൾ ഇനി എല്ലാ നിയമലംഘനങ്ങൾക്കും അവിടെ സാധൂകരണം കിട്ടും എന്ന്. അങ്ങനെയല്ല. ഇന്നലെ കണ്ണൂരിൽ ഏതാണ്ട് 90% പരാതിക്കാർക്ക് അനുകൂലമായി തീർപ്പാക്കും. പക്ഷെ അവിടെ 152 പരാതി തള്ളി. അപ്പോൾ വളരെ ഗൗരവമായ നിയമലംഘനങ്ങളുള്ള ഒരു പരാതിയും നിയമവിരുദ്ധമായി അദാലത്തിൽ തീർപ്പാക്കുകയില്ല. എന്നാൽ അതേസമയം ചട്ടത്തിൻ്റെ നിയമത്തിൻ്റെ ഒക്കെ വളരെ യാന്ത്രിക വ്യാഖ്യാനം, തെറ്റായ വ്യാഖ്യാനം ഒക്കെ നൂലാമാലകളിൽ അകപ്പെട്ടു പോകുന്ന കേസുകൾ, അതാണ് നല്ലൊരു പങ്ക്. യഥാസമയം തീരുമാനമെടുക്കാത്തത് പല കാരണങ്ങൾ കൊണ്ട്, അതിനെല്ലാമുള്ള പരിഹാരമാണ് അദാലത്തിലുണ്ടാക്കുക. അതോടൊപ്പം തന്നെ
വളരെ ഗൗരവമായ നിയമലംഘനങ്ങളുള്ള ഒരു പരാതിയും നിയമവിരുദ്ധമായി അദാലത്തിൽ തീർപ്പാക്കുകയില്ല. എന്നാൽ അതേസമയം ചട്ടത്തിന്റെ നിയമത്തിന്റെ ഒക്കെ വളരെ യാന്ത്രിക വ്യാഖ്യാനം, തെറ്റായ വ്യാഖ്യാനം ഒക്കെ മൂലം നൂലാമാലകളിൽ അകപ്പെട്ടു പോകുന്ന കേസുകൾ, അതാണ് നല്ലൊരു പങ്ക്. യഥാസമയം തീരുമാനമെടുക്കാത്തത് പല കാരണങ്ങൾ കൊണ്ട്, അതിനെല്ലാമുള്ള പരിഹാരമാണ് അദാലത്തിൽ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ ചട്ടം കാലഹരണപ്പെട്ടു എന്ന ചില പരാതികൾ മുമ്പിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ചട്ടത്തിൽ മാറ്റം വേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചട്ടം തന്നെ മാറ്റാനുള്ള തീരുമാനവും അദാലത്തെടുക്കും. മാറ്റാനുള്ള പ്രക്രിയ പിന്നീട് നടത്തേണ്ടതാണ്, അത് നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ ഇന്ന ചട്ടം മാറ്റണം എന്ന തീരുമാനമെടുക്കും, അവിടെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചില പൊതു തീരുമാനങ്ങളിലേക്ക് വഴി തുറന്നത്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ അത്തരത്തിലൊരു ചട്ടം മാറ്റേണ്ടതിന്റെ പ്രാധാന്യം ഒരു പരാതി വന്നപ്പോൾ തിരിച്ചറിഞ്ഞു. പഞ്ചായത്ത് രാജ് നിയമത്തിലെ ചട്ടം 19(5) കാലഹരണപ്പെട്ട ചട്ടങ്ങൾ ഏതെല്ലാമാണ്, കാലാനുസൃതമാക്കേണ്ട ചട്ടങ്ങൾ ഏതെല്ലാമാണ് എന്ന ഒരു വ്യക്തത കൂടി ഇക്കാര്യത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ധാരാളം പൊതു തീരുമാനങ്ങളിലേക്ക് ഈ 8 ജില്ലകളിലെ അദാലത്ത് നയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി വാടക കുടിശ്ശികകൾക്ക് കൂട്ടുപലിശയാണ് ഈടാക്കിക്കൊണ്ടിരുന്നത്. അത് ഇനി പാടില്ല എന്നും ക്രമപ്പലിശ മാത്രമേ, സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമേ ഈടാക്കാവൂ എന്നും അദാലത്തിൽ വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. കേരളത്തിലാകെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു തീരുമാനമാണത്. ഒരു വ്യക്തിഗത പരാതിയിലാണ് ആ തീരുമാനമെടുത്തത്. കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക്, ചെറിയ വീടുകൾക്ക് മുമ്പിൽ 3 മീറ്റർ വീതിയുള്ള വഴിയാണ് എങ്കിൽ ഫ്രണ്ട് യാർഡ് സെറ്റ് ബാക്ക് ഇപ്പോ 1.5 മീറ്റർ ആണ്, അത് 1 മീറ്റർ ആക്കാം. ഒന്ന് കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിയിലായിരിക്കണം, പഞ്ചായത്തിൽ കിട്ടില്ല ഈ ആനുകൂല്യം. 100 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടായിരിക്കണം, 2 സെന്റ് ഭൂമി ഉണ്ടാകാവൂ, പിന്നെ 3 മീറ്റർ വീതിയുള്ള റോഡാണ് എങ്കിൽ അവിടെ നിന്നുള്ള സെറ്റ് ബാക്ക് 1.5 മീറ്റർ എന്നത് പകരം 1 ആക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഗരങ്ങളിൽ, കേരളത്തിലാകെ ഭൂമി വളരെ ദുർലഭമായിട്ടുള്ള ഒരു വസ്തുവായി മാറുന്നു, നഗരങ്ങളിൽ പ്രത്യേകിച്ചും. അപ്പൊ 2 സെന്റിൽ 1.5 സെന്റിലൊക്കെ വീട് വെച്ച ആളുകളെ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ പരാതിയേറ്റ് വരികയുണ്ടായി. ആ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. 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 മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക,
Golden Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 or visit www.eduskilling.com. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ
ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061178000. ടോൾ ഫ്രീ നമ്പർ 14. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ്
നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിന്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക. ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ്. 50%-ലധികം, ഏതാണ്ട് 60% വരുന്ന ഇളവുകൾ വരുന്നുണ്ട്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. 81 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയും. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ. ഇതിന്റെ വിശദമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് വീടുകൾക്ക് 50% വരെ പെർമിറ്റ് ഫീ കുറയും. അതെ, 50% എന്ന് നിങ്ങളതിൽ ഒരു വാക്കിൽ പിടിച്ചിട്ട് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട. 50% കുറയും. കോർപ്പറേഷനിൽ 81 മുതൽ 180 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് ഏതാണ്ട് 60% കുറയുന്നുണ്ട്. കാരണം അവിടെയാണ് ഗണ്യമായ വർധനവ് വന്നത്. കോർപ്പറേഷനിൽ വർധനവിന്റെ തോത് കുറച്ച് ഉയർന്നതായിരുന്നു. അതെ, 81 മുതൽ 150 വരെ. ഏറ്റവും താഴത്തെ സ്ലാബ്, ഏറ്റവും താഴത്തെ 80 വരെയുള്ളതാണ്. അതിനും രണ്ടാമത്തെ സ്ലാബിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 50 രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർദ്ധിപ്പിച്ചത്. അത് 25 രൂപയായി കുറയും. 50% കുറവ്. മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി 81, 150 70 വർദ്ധിപ്പിച്ചത്. അത് 35 കുറയും. കോർപ്പറേഷനിൽ 100 വർദ്ധിപ്പിച്ചത്. അത് 40 രൂപയായിട്ട് കുറയും. ഈ 81 മുതൽ 150 വരെയുള്ള കാറ്റഗറി. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ പഞ്ചായത്തുകളിൽ 100 50 കുറയും. മുനിസിപ്പാലിറ്റികളിൽ 120 60 കുറയും. കോർപ്പറേഷനിൽ 150 70 കുറയും. 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ വീടുകളുടെ നിരക്ക് പഞ്ചായത്തിൽ 150 നിന്ന് 100 കുറയും.
മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും 200-ൽ നിന്ന് 150 ആകും. അതായത് 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ളവരുടെ കുറയുന്ന നിരക്ക് 33%. 300 സ്ക്വയർ മീറ്ററിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3200 സ്ക്വയർ ഫീറ്റ് വരും. അതിന് മുകളിലുള്ളവർക്ക് കുറയുന്നത് 33%, 1/3 കുറയും. മറ്റുള്ളവർക്ക്, അതിൽ താഴെയുള്ളവർക്ക് പകുതി കുറയും. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 81 മുതൽ 300 വരെയുള്ളത് നിലവിലുള്ള നിരക്കിൻ്റെ പകുതി കുറയും, വർദ്ധിപ്പിച്ച നിരക്കിൻ്റെ പകുതി ആയിട്ടത് കുറയ്ക്കും. 300-ന് മുകളിലുള്ളത് 1/3 നിരക്ക് കുറയും. ഇതേപോലെ വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും കുറവുണ്ട്.